കെ ശശീന്ദ്രൻ, ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ശ്രീ വി അബ്ദുൾ റഹ്മാൻ, ജില്ലയിലെ MLA-മാരായിട്ടുള്ള ഇ ചന്ദ്രശേഖരൻ, ശ്രീ രാജഗോപാൽ, കെ വി കുഞ്ഞമ്പു, വേദിയിലും സദസ്സിലുമുള്ള ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കുറഞ്ഞ നേരം കൊണ്ട് നടത്തുന്ന ഒരു ഉദ്ഘാടന സമ്മേളനമാണിത്. ഈ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞാൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന 14 ജില്ലകളിലെയും സമൂഹത്തിലെ സമസ്ത മേഖലകളിലെ ആളുകളെ ബന്ധപ്പെടുത്തുന്ന പ്രതിനിധികളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഗവൺമെന്റിന് വേണ്ടി നടത്തുന്ന ആശയവിനിമയത്തിന്റെ സംവാദത്തിന്റെ തുടക്കം ഇവിടെ നിന്ന് കുറിക്കുകയാണ്. ഔപചാരികമായി ഉദ്ഘാടനം കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് ദീർഘം ഈ ഗവൺമെന്റിന്റെ എല്ലാ പ്രധാനപ്പെട്ട പരിപാടികളും വിശദീകരിക്കുന്നതുമായ ഒരു ആമുഖ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. അധ്യക്ഷൻ എന്ന നിലയിൽ ചെറിയ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ഈ വർത്തമാനം അവസാനിപ്പിക്കും. കേരളത്തിലെ ഗവൺമെന്റ് അതിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങാണിതെങ്കിലും ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2016 മുതൽ ആരംഭിച്ച വികസനത്തിന്റെ ഒരു പ്രക്രിയ കേരളത്തിൽ 9 വർഷക്കാലം പിന്നിടുന്ന അഭിമാനകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് യഥാർത്ഥത്തിൽ നാം നമ്മുടെ മുമ്പിൽ കാണുന്നത്. കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള ഈ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് 2 തവണകളിലായി അതിവേഗം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. കേരളം അതിവേഗം വികസിക്കുന്ന അഭിമാനകരമായ ഒരു അനുഭവമാണ്. ബാലനാരായണൻ നായർ എഴുതിയതുപോലെ കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ എന്ന വരിക ഉയർന്നു. അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കും പോലെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കടലുകടന്നു ഇന്ത്യയുടെ മുമ്പിൽ മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭൂമികയായി മലയാളം സംസാരിക്കുന്ന 3.5 കോടി മനുഷ്യരുടെ ഈ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് സമസ്ത മേഖലകളിലും കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ 2 ഗവൺമെന്റുകൾ 9 വർഷം പിന്നിട്ട് അതിന്റെ 10ാം വർഷത്തിലേക്ക് കടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെയും MLA-മാർക്കറിയാം, നിങ്ങൾ വികസനം കാണാൻ മഞ്ചേശ്വരത്തേക്ക് നോക്കൂ, നിങ്ങൾ വികസനം കാണാൻ തിരുവനന്തപുരത്തേക്ക് നോക്കൂ എന്ന് പറയേണ്ട ഗതികേടില്ലാത്ത വിധം ഓരോ നാടിന്റെയും ചുറ്റുവട്ടത്ത് കേരളത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ തോരോട്ടം നടത്തി മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റിന് സാധ്യമായിട്ടുണ്ട്. അതിന് ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റുന്നത് മുതൽ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യന് 32 ലക്ഷത്തിൽ നിന്ന് 64 ലക്ഷമാക്കി 60 വയസ്സ് കഴിഞ്ഞവന്റെ വീടുകളിൽ 1600 രൂപ എന്ന സാമൂഹിക പെൻഷൻ എത്തിക്കുന്നതിൽ തുടങ്ങി കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തിയ സമാനതകളില്ലാത്ത മാറ്റങ്ങളിലൂടെ വളർന്ന് വസൂരി പരകലുണ്ടായിരുന്ന കേരളം ലോകത്തിന്റെ മുമ്പിൽ ആരോഗ്യ മേഖലയിൽ നടത്തിയ വലിയ മാറ്റങ്ങളുടെ വഴി തുറന്നിട്ട് ഈ ചെറിയ കാലം കൊണ്ട് 3,75,000-ലധികം പേരുടെ കുടുംബങ്ങൾക്ക് ഭൂമി ഉറപ്പാക്കി 4 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് കയറി കിടക്കാൻ ലൈഫ് എന്ന പദ്ധതിയിലൂടെ നേതൃത്വം ഇങ്ങനെ വളർന്നു വരുന്നതിന്റെ സമാനതകളില്ലാത്ത മുന്നോട്ട് പോക്കിലേക്ക് കടക്കുകയാണ്. 2021 മെയ് 20-നാണ് ഞാനും ശ്രീ ബാലഗോപാലും അടക്കമുള്ള പുതുമുഖങ്ങളടങ്ങുന്ന ഈ 2ാം ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. ആ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് രാജഭവനിലെ ചായ സൽക്കാരവും കഴിഞ്ഞ് നേരെ പോകുന്നത് ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിലാണ്. സ്വാഭാവികമായും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാന പ്രവർത്തന രംഗത്തും പൊതുമണ്ഡലത്തിലും ജനാധിപത്യ വേദികളിലും ഒക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മന്ത്രിസഭയിലെ കന്നിക്കാരാണ് ഞങ്ങൾ. എന്തായിരിക്കും ആ ഗവൺമെന്റിന്റെ ക്യാബിനറ്റിൽ ആലോചിക്കാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു ആധി ഉണ്ടായിരുന്നു. കേരളത്തിൽ 21 അംഗങ്ങളടങ്ങുന്ന ക്യാബിനറ്റിന്റെ മുമ്പിൽ 2ാം ഗവൺമെന്റിനു വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് ഒരേ ഒരു അജണ്ട മാത്രം. ആ അജണ്ട കേരളത്തിലെ അതിദാരിദ്ര്യരെ കണ്ടെത്തിയവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റണം എന്നാണ്. അത് കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു മാമാങ്കമല്ല. 5 വർഷക്കാലം പൂർത്തീകരിക്കുന്നതിനിടയിൽ നമുക്കത് ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. എത്ര പേരുണ്ടങ്ങനെ എന്ന് പരിശോധിച്ചു. 64,006 കുടുംബങ്ങൾ. 64,006 കുടുംബങ്ങൾക്ക് താൽക്കാലികമായി പണം കൊടുക്കലോ റേഷൻ കാർഡ് മാറ്റിക്കൊടുക്കലോ വിദ്യാഭ്യാസം കൊടുക്കലോ അല്ല,
ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും ഉൾപ്പെടെ കൊടുത്ത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ മാറുന്നതിന് മുമ്പ് അതിദരിദ്രരായ കുടുംബങ്ങളെ സ്ഥായിയായ പുനരധിവാസത്തിലേക്ക് പോകണം എന്ന് ഈ ഗവൺമെന്റ് നിശ്ചയിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഗവൺമെന്റിന്റെ 4ാം വാർഷികം ആഘോഷിക്കുമ്പോ ആത്മാഭിമാനത്തോടെ പറയട്ടെ, 2025 നവംബർ 1 കേരളത്തിലെ മലയാളികളുടെ പിറന്നാൾ ആഘോഷിക്കുന്ന ദിവസം ലോകത്തിന്റെ തലയ്ക്കുമീതെ ഉദിക്കുന്ന സൂര്യൻ എത്ര ശക്തിയോടെ പ്രകാശിച്ചാലും അതിദരിദ്രരായ ഒരു കുടുംബത്തെയും കണ്ടെത്താത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കൊച്ചു കേരളം മാറുകയാണ് സമഗ്രമായ പരിശ്രമത്തിലൂടെ. ഞാൻ ഓരോന്നോരോന്നായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ രാജ്യത്ത് കേരളം എന്നൊരു നാടുണ്ട് എന്ന് പലപ്പോഴും ഓർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ആ പ്രയാസവും പ്രതിസന്ധിയും നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ പക്ഷേ തനത് വരുമാനത്തിലുണ്ടായ വലിയ വളർച്ച നമ്മൾ കാണുന്നുണ്ട്. 2011-12 കേരളത്തിന്റെ തനത് വരുമാനം നികുതിയും നികുതിയേതരവും കൂട്ടിയാൽ കേവലം 28,310 കോടിയാണെങ്കിൽ 2024-25 വർഷം പൂർത്തീകരിച്ചപ്പോ കേരളം അതിന്റെ തനത് വരുമാനമായി 99,583 കോടി രൂപയിലേക്ക് ഈ കേരളം വളർന്നു എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. എന്നാൽ റവന്യൂ വരുമാനത്തിൽ കേരളത്തെ അതിഭീകരമായി ആക്രമിക്കുകയാണ്. 2020-21 കേരളത്തിന് നൽകിയിരുന്ന കേന്ദ്ര വിഹിതം 44%, 3 വർഷക്കാലം കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോ അത് 25% വെട്ടിക്കുറച്ചിട്ടും കേരളത്തിലെ ചെലവുകൾക്ക് ഒരു കുറവും വരുത്താതെ ഒരുപക്ഷെ ഇതുപര്യന്തമുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ ചെലവ് 1,70,75,000 കോടി രൂപയാക്കി വളർത്തിയെടുത്ത ഒരു ഗവൺമെന്റാണ് അതിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്നത് എന്ന അഭിമാനബോധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കേരളം എല്ലാ മേഖലകളിലും വളരുകയാണ്. എല്ലാവർക്കും എല്ലാതും, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും കൃഷി, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും കുടിവെള്ളം. കേരളം ലോകത്തിന്റെ മുമ്പിൽ അഭിമാനകരമായ ഒരു കേരള മോഡലിന് കൂടി തുടക്കം കുറിച്ചു. കേരളത്തിന്റെ ഭൂരേഖാ രംഗത്ത് ചരിത്രത്തിൽ ആദ്യമായി ഒരു 2ാം ഭൂപരിഷ്കരണം എന്ന നിലയിൽ കേരളത്തിന്റെ എല്ലാ ഭൂമിയുടെയും ബെൻഡുകളെ കോർഡിനേറ്റ് ചെയ്യാവുന്ന ഒരു ഡിജിറ്റൽ വാലി കേരളത്തിൽ വരാവുന്ന വിധത്തിൽ കേരളം മാറിയില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വീടുകളിലുള്ള 9 വയസ്സായ 5ാം ക്ലാസ്സിൽ ചേരാൻ തയ്യാറെടുക്കുന്ന കുട്ടിയോട് എന്താണ് പവർ കട്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല എന്നതാണ് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയെടുത്ത നേട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 9 വയസ്സിനിടയിൽ ആ കുഞ്ഞൊന്ന് വെളിച്ചം പോയ അനുഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. കേരളത്തിനോട് എന്തേ ഈ അവഗണന എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പലപ്പോഴും ബന്ധപ്പെട്ടവർക്കാകുന്നില്ല. കേരളം ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ടോ? 1,77,000 കോടി രൂപ എന്ന കേരളത്തിന്റെ അവകാശം നിലച്ചു. കേരളത്തിന്റെ കടമെടുക്കാനുള്ള അവകാശത്തെ പോലും ഇല്ലായ്മ ചെയ്തു. എന്തേ കേരളം ലോകത്തിനോട് ചെയ്ത, ഇന്ത്യയോട് ചെയ്ത കുറ്റം? കേരളം അതിന്റെ എല്ലാ വിധത്തിലുമുള്ള വികസന പ്രവർത്തനത്തിലേക്ക് ഒരു ജനതയെ കൊണ്ടുപോകുമ്പോ ഒരു വിധത്തിലും അതിനെ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനവുമായി കേന്ദ്ര ഗവൺമെന്റ് പോകുന്നു എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് വയനാട്ടിലെ ചൂരൽമലയിൽ. 1 ചതുരശ്ര കിലോമീറ്ററിനകത്ത് 298 പേരുടെ മരണത്തിൽ കലാശിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ ദുരന്തമുണ്ടായി. ഒരുപക്ഷെ ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിന്റെ ഭാഗമായി കേരളം അവതരിപ്പിക്കപ്പെട്ട ആവശ്യങ്ങളൊന്നും നിറവേറ്റാതെ അവരുടെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള 2005 ദുരന്ത നിവാരണ ആക്ടിന്റെ സെക്ഷൻ 13 നടപ്പിലാക്കാൻ പോലും തയ്യാറാകാതെ കേരളത്തിനോട് കാണിച്ച അവഗണനയുടെ അവസാനത്താണിയായിരുന്നു കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യയുടെ മുമ്പാകെ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിൽ പ്രതീക്ഷയോടെ കേരളം കാത്തിരുന്നു. പണം ലഭ്യമായില്ലെന്ന് മാത്രമല്ല, ഈ സാമ്പത്തിക വർഷം ലോകത്തു തന്നെ നടന്ന ഏറ്റവും വലിയ ദുരന്തത്തിൽ 298 പേർ മരണപ്പെട്ട് ഒരു കുടുംബത്തിന് ലഭ്യമാകേണ്ട അവകാശങ്ങൾ പോലും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് നഷ്ടമായി. വയനാട്ടിലെ ചൂരൽമലയിലെ ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ മനുഷ്യർ ദുരന്തത്തിൽ ആഴ്ന്നിറങ്ങുമ്പോ ആ ബഡ്ജറ്റിനകത്ത് ചൂരൽമല എന്നൊരു വാക്കോ
ചൂരൽമലയിലെ മരണപ്പെട്ടുപോയവരെയും രക്ഷകർത്താക്കളില്ലാതെ ജീവിക്കുന്നവരെയും അംഗവൈകല്യം ഏറ്റുവാങ്ങിയവരെയും തുടർ ചികിത്സ വേണ്ടവരെയും പുനരധിവസിപ്പിക്കപ്പെടേണ്ടവരുടെയും മുമ്പിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും അവതരിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ലാത്തൊരു ഘട്ടത്തിലാണ് കാശ്മീർ മുതൽ ആരംഭിക്കുന്ന ഇന്ത്യയുടെ ഭൂപടത്തിന്റെ തെക്കുഭാഗത്ത് കിടക്കുന്ന മലയാളം സംസാരിക്കുന്ന 3.5 കോടി മലയാളികളുടെ ഈ നാട്, കേരളം എന്ന നാട് ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന ചോദ്യം ആശങ്കയോടെ ആബാലവൃന്ദം വരുന്ന കേരളത്തിന്റെ ജനതയ്ക്ക് ചോദിക്കേണ്ടി വരുന്നത് ഈ അവഗണനയുടെ നീറിപ്പുകയുന്ന ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ്. എല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ കാലിക്കടവിലെ 4ാം വാർഷികാഘോഷത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നു. ഈ കേരളത്തെ എങ്ങനെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊന്നാലും വയനാട്ടിലെ അവസാനത്തെ ദുരന്തബാധിതനെയും ഈ കേരളം പുനരധിവസിപ്പിക്കും. അത് കേരളം ഈ നാടിന് കൊടുക്കുന്ന ഉറപ്പാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ പിൻബലമാണ്. ലോകത്തെവിടെയുമില്ലാത്ത മതനിരപേക്ഷതയുടെ സുഗന്ധം പരത്തുന്ന നാടായി ഈ കേരളം മാറിയില്ലേ? ഈ ഒരു മാസക്കാലം 3 മഹത്തായ ആഘോഷങ്ങൾ നമ്മുടെ നാട് കണ്ടു. 29 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നാം ആഘോഷിച്ച ചെറിയ പെരുന്നാൾ, നോമ്പ് തുറകൾ മുതൽ ഈദ്ഗാഹകൾ വരെ മലയാളത്തിന്റെ മതനിരപേക്ഷ മനസ്സാക്ഷിയുടെ പൂർണ്ണമായ സാന്നിധ്യം. വെടിക്കെട്ട് നടത്തിയും വിഷു കൈനീട്ടം കൊടുത്തും മഞ്ഞ കൊമ്മയുടെ വിഷു ആഘോഷിച്ചു ജാതിക്കതീതമായ മലയാളികളുടെ കൂട്ടായ്മ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈസ്റ്റർ ഇന്നലെ കേരളം മുഴുവൻ ഒരിടത്തും ദുഃഖവെള്ളിയാഴ്ചയിലെ കുരിശുയാത്രകളിൽ പോലും വഴിയിൽ തടസ്സമോ ശബ്ദങ്ങളോ ഇല്ലാതെ മതനിരപേക്ഷ കേരളം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. ആ മതനിരപേക്ഷത ഇന്ത്യയിൽ ഒരു ഗവൺമെന്റിനും കൊടുക്കാൻ കഴിയാത്ത മതനിരപേക്ഷത, ഇന്ത്യയിൽ ഒരു ഗവൺമെന്റിനും വാഗ്ദാനം ചെയ്യാൻ കഴിയാത്ത ജനകീയ സുരക്ഷിതത്വം, അത് വാഗ്ദാനം ചെയ്ത ഇന്ത്യയിലെ ഗവൺമെന്റിന്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് ഒരു പേരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കേരളം എന്ന പേര് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുന്നു. എത്രയേറെ ദുരന്തങ്ങൾ, എത്രയേറെ ആരോപണങ്ങളും ദുരന്തങ്ങളും ഇടതടവില്ലാത്ത വിധം കേരളത്തിന്റെ തലയ്ക്കുമീതെ പെയ്തിറങ്ങുകയാണ്. എന്തെല്ലാം ആരോപണങ്ങൾക്ക് ഈ ഗവൺമെന്റിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ആ ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒന്നിപ്പോ നിലവിലുണ്ടോ? ആരോപണങ്ങളുടെ പെരുമഴ വസ്തുനിഷ്ഠമായ വിശകലനത്തിന് വിധേയമാക്കിയാൽ ഒന്നുമില്ലാത്ത വിധമാണെങ്കിലും ആരോപണങ്ങളുടെ തുടർക്കാഴ്ച ഈ കേരളത്തെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ആഗസ്റ്റ് 11-ാം തീയതി ദുരന്തബാധിതരെ കാണാൻ നേരിട്ടെത്തിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ആഗസ്റ്റ് 17-ന് കേന്ദ്ര ഗവൺമെന്റിന് കേരളം കൊടുത്ത ദ കോസ്റ്റ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ കേരളം കേന്ദ്ര ഗവൺമെന്റിന് സമ്മാനിച്ച ഒരു മെമ്മോറാണ്ടം പോലും ഈ കേരളത്തിനകത്ത് വിമർശനത്തിന് വിധേയമായി. ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ ദുരന്തം കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കി വരാൻ പോകുന്ന ചെലവുകളെ കുറിച്ച് പ്രതിപാദിച്ചു കേന്ദ്ര ഗവൺമെന്റിന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊടുത്ത മെമ്മോറാണ്ടത്തെ കറുത്ത പുകയിൽ നിർത്തിക്കൊണ്ട് മരണപ്പെട്ടതിന്റെ ശവസംസ്കാരത്തിന് 75,000 രൂപ എഴുതിയെടുത്തവരാണ് കേരളത്തിലെ ഗവൺമെന്റ് എന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ പോലും 9 വർഷക്കാലത്തിനിടയിൽ എന്തെല്ലാം ആരോപണങ്ങൾ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുകയായിരുന്നു, ഒരു കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ സുനിത വില്യംസ് ബഹിരാകാശത്ത് 9 മാസക്കാലം ഇരിക്കേണ്ടി വന്നത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞില്ല എന്നതൊഴിച്ചാൽ എത്രയേറെ ആരോപണങ്ങൾക്ക് ഈ കേരളത്തിലെ ഗവൺമെന്റ് വിധേയമായി. ഏതെങ്കിലും പേടി നമുക്കുണ്ടോ? ഗവൺമെന്റ് വികസനത്തെക്കുറിച്ചാണ് സ്വപ്നം കാണുന്നത്, വിവാദങ്ങളെ കുറിച്ചല്ല. വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞു സമയം ചെലവഴിക്കാനല്ല. കുറഞ്ഞ കാലം കൊണ്ട് 3.5 കോടി മലയാളിയെ സമസ്ത മേഖലകളിലെയും വികസനത്തിന്റെ പന്താവിലേക്ക് നടത്തിക്കൊണ്ടുപോകണം. അതിൽ വികസനത്തിന്റെ നേർക്കാഴ്ച ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ ചുണ്ടുകളിൽ അതിന്റെ സ്വാദ് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടാകണം. അതാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം ഈ ഗവൺമെന്റ് നിർവഹിക്കുകയാണ്. വാർഷികാഘോഷങ്ങൾ എന്ന പേരതിനുണ്ടെങ്കിലും കൊട്ടിഘോഷിക്കപ്പെടുന്ന ഏതെങ്കിലും മാമാങ്കങ്ങളുടെ കെട്ടുകാഴ്ചയല്ല ഗവൺമെന്റിന്റെ 4ാം വാർഷികം അഥവാ ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയുടെ 9ാം വാർഷികം. ഞാൻ വളരെ വിനയത്തോടെ എന്നാൽ ആത്മവിശ്വാസത്തോടെ ചോദിക്കട്ടെ, ഓരോ വർഷവും പ്രകടന പത്രികയിലൂടെ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എത്ര പാലിച്ചു എന്ന് നോക്കി
ഓരോ വകുപ്പിന്റെയും നടപടിക്രമങ്ങളെ മുഖം നോക്കാതെ സ്വയം വിമർശനത്തിന് വിധേയമായി ഞങ്ങളെ ആത്മപരിശോധനയ്ക്കും സോഷ്യൽ ഓഡിറ്റിങ്ങിനും വിധേയമാക്കി. ഓരോ വർഷത്തിന്റെയും അവസാനത്തിൽ കോവിഡ് കാലത്തു പോലും ആ ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ആത്മവിമർശനത്തിന്റെ ചൂളയിലൂടെ കിടത്തി പൊതുജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു ചർച്ച ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ എന്ന ചോദ്യം ചോദിച്ചാൽ 140 കോടി ഇന്ത്യക്കാർ പറയും അങ്ങനെയുള്ള ഗവൺമെന്റിന് ആ ഗവൺമെന്റ് ഭരിക്കുന്ന നാടിനൊരു പേരേ ഉള്ളൂ, അത് കേരളം എന്നാണ് എന്ന അഭിമാനബോധം. പ്രിയപ്പെട്ടവരെ, അവസാനിക്കുന്നു. ഈ ഗവൺമെന്റ് ചരിത്രത്തിന്റെ അത്ഭുതകരമായ മാറ്റത്തിന് വഴിയൊരുക്കി. 3.5 കോടി വരുന്ന മലയാളിയെ ചേർത്തും പുറത്തും കരുതലോടെ കൈപിടിച്ച് ഒരു പുതിയ കാലത്തിലേക്ക് കടക്കുകയാണ്. ഇതൊരു വർഷക്കാലത്തേക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റമല്ല. കേരളം വരും കാലങ്ങളിലെല്ലാം ആസ്വദിക്കാൻ പോകുന്ന വികസനത്തിന്റെ ഒരു വസന്തകാലത്തിന്റെ നർക്കാഴ്ചയിൽ നിന്നുകൊണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ 4ാം വാർഷികാഘോഷത്തിൽ കേരള ഗവൺമെന്റിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. ദീപം തെളിയിച്ച് 4ാം വാർഷികാഘോഷ ചടങ്ങുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനായി ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെയും ഒപ്പം ക്ഷണിക്കുന്നു. ദീപം തെളിയിച്ച് ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, LDF സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് കാസർഗോഡ് നിന്ന് തുടക്കം കുറിക്കാം എന്ന് തീരുമാനിച്ചതിന് പ്രത്യേക കാരണമുണ്ട്. കാസർഗോഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കേരള സംസ്ഥാനം രൂപം കൊണ്ടതിനു ശേഷം രൂപീകരിച്ച ആദ്യ സർക്കാരിന് നേതൃത്വം കൊടുത്ത തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ മണ്ണിൽ വെച്ചാവും ഇവിടെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് VMസിലേക്ക് പോയത്. നീലേശ്വരം മണ്ഡലം ആ സർക്കാരിന്റെ
പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിന്റെ വികസനത്തിന് ഭദ്രമായ അടിത്തറയിട്ട സർക്കാരായിരുന്നു. അത്തരമൊരു സർക്കാരിന് നേതൃത്വം കൊടുത്ത EMS മത്സരിച്ച മണ്ണിൽ തന്നെ ഇതിന്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റിന്റെ 4ാം വാർഷികം എന്ന് പറയുന്നുണ്ടെങ്കിലും 2016 കേരളീയരാകെ ശപിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിന് അറുതി വരുത്തിക്കൊണ്ട് LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അങ്ങനെ കണക്കാക്കിയാൽ 9 വർഷമായി തുടരുന്ന ഒരു സർക്കാരിന്റെ ഭാഗം കൂടിയാണ് 2021 അധികാരത്തിൽ വരിക സർക്കാരിന്റെ 4ാം വാർഷികം. ഇവിടെ 2016 തകർന്നടിഞ്ഞു കിടന്ന ഒരു നാടിന്റെ ഭരണസാരഥ്യമാണ് ജനങ്ങൾ LDFന് ഏൽപ്പിച്ചത്. അത് ഈ നാടിനെ കാലോചിതമായി മാറ്റി തീർക്കണം, മറ്റു പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വികസനം ഞങ്ങൾക്ക് വേണം, ഈ നാടിനും വേണം, നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്തണം. അന്നത്തെ വിവിധ പ്രശ്നങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ദൗത്യമാണ് LDF സർക്കാരിനെ ജനങ്ങൾ ഏൽപ്പിച്ചത്. ആ ദൗത്യം നിറവേറ്റാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. ഒട്ടേറെ ദുരന്തങ്ങൾ, അതോടൊപ്പം മാരകമായ പകർച്ചവ്യാധികൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ നാടിനെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും വിധമുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. നമുക്ക് ഇതിനെയെല്ലാം അതിജീവിച്ചേ മതിയാകുമായിരുന്നു. നിപ്പയും ഓക്കിയും 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയവും തൊട്ടു പിന്നാലെ 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും, ഇതിന്റെയെല്ലാം ആഘാതത്തിൽ നിന്ന് മോചിതമാകുന്നതിന് മുൻപ് നിന്ന് ശ്വാസം കഴിക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച മഹാമാരി കോവിഡിന്റെ ആക്രമണം.
ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. അത്തരം പ്രതിസന്ധികൾ ഒരു നാടിനുണ്ടായാൽ, ഒരു സംസ്ഥാനത്തിനുണ്ടായാൽ, ആ സംസ്ഥാനത്തിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൽ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നമുക്ക് ലഭിച്ചില്ല. തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു. ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുണ്ടായി. മറ്റുള്ളവർ നൽകുന്നത് പോലും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന നിലയുണ്ടായി. തകരട്ടെ, കൂടുതൽ തകരട്ടെ, ഈ ഒരു നശീകരണ വികാരം അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചു. ഇവിടെ പറഞ്ഞു, ഏറ്റവും ഒടുവിലുള്ള മുണ്ടക്കൈ ചൂർമല ദുരന്തത്തിന്റെ കാര്യമടക്കം. നൂറ്റാണ്ടിലെ മഹാപ്രളയം നമ്മുടെ ഈ പ്രദേശമൊക്കെ ഒഴികെ കേരളത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളും തകർത്തെറിഞ്ഞ പ്രകൃതി ദുരന്തമായിരുന്നു. ലോകമാകെ എങ്ങനെയാണ് കേരളം ഇതിൽ നിന്ന് കരകയറുക എന്ന് ചിന്തിച്ച സമയം. പക്ഷേ സഹായങ്ങൾ നിഷേധിച്ചിട്ടും നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ ആ നാട് അതിജീവനം ഉറപ്പുവരുത്തക്ക രീതിയിൽ ജനങ്ങളാകെ സർക്കാരുമായി സഹകരിച്ച് നിലപാടെടുക്കാൻ തയ്യാറായി. പിന്നീട് രാജ്യവും ലോകവും ആശ്ചര്യത്തോടെയാണ് കേരളത്തെ നോക്കിക്കണ്ടത്. എങ്ങനെ ഈ രീതിയിൽ അതിജീവിക്കാനായി? ഒരു കാരണം മാത്രമേ അതിനുള്ളൂ. നമ്മുടെ നാടിന്റെ ഒരുമ, ജനങ്ങളുടെ ഐക്യം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറുകയായിരുന്നു. കേന്ദ്ര സർക്കാർ നിഷേധ നിലപാട് സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ട് പോയില്ല. തകരട്ടെ എന്നാഗ്രഹിച്ചെങ്കിലും വിവിധ കാര്യങ്ങളിൽ ഇതാ രാജ്യത്തിന്റെ മുന്നിൽ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു. നമ്മുടെ ദുരന്തങ്ങളെ അതിജീവിച്ച നില മാത്രമല്ല, ജനങ്ങൾ തങ്ങളെ ഏൽപ്പിച്ച LDFനെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം, അതിനോട് ആകാവുന്നത്ര നീതി ചെയ്ത് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. ഞാനിപ്പോ ഓരോന്നും എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 11 മണിക്ക് ഇതിന്റെ ഭാഗമായി തന്നെ വെച്ച പരിപാടിയുണ്ട്.
അതെല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ തയ്യാറായാൽ ആ 11 മണി അങ്ങോട്ട് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ വിശദമായി ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമുക്ക് പിന്നീടും സംസാരിക്കാവുന്നതാണ്. എന്നാൽ കേരളത്തിൽ നടക്കില്ല എന്ന് കരുതി ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് നാഷണൽ ഹൈവേ, ഇതാ ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നലെ 2-3 ദിവസം മുമ്പ് ഞാനൊരു വരവ് ഇവിടെ വന്നിരുന്നു. വെള്ളൂരിലൊരു വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനെന്തോ ആലോചിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ വെള്ളൂർ എത്തിയിരിക്കുന്നു. അപ്പൊ അതങ്ങനെ അത്രയും സമയം ഇപ്പോൾ വേണ്ടതുള്ളൂ. അന്ന് ഞാൻ വീട്ടിൽ നിന്നാണ് വന്നത്. എന്നിട്ടും വെള്ളൂരെത്താൻ വലിയ സമയം എടുത്തില്ല. ഇപ്പോൾ പീക്കോട് എത്താനും അതേ നില തന്നെ. ഇന്നലെ ശശീന്ദ്രൻ മിനിസ്റ്ററിനോട് പറഞ്ഞു, നിങ്ങൾ നേരത്തെ വരണ്ട, നിങ്ങൾക്കാവുമ്പോൾ 40 മിനിറ്റേ വേണ്ടി വരൂ എന്ന്. എന്നാലും ഞാൻ കുറച്ച് സമയം കണക്കാക്കി തന്നെ പുറപ്പെട്ടു. പഴയ റോഡുകളെല്ലാവരും ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ആകെ പൂർത്തിയായാലുള്ള നാഷണൽ ഹൈവേയുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. അതിന്റെ സംഭവങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇത് 2016 LDF സർക്കാർ എല്ലാ അധികാരത്തിൽ വന്നതെങ്കിൽ 2021 അതിന് തുടർച്ചയുണ്ടായില്ല എങ്കിൽ ഈ രീതിയിൽ പൂർത്തിയാകുമായിരുന്നോ? ഏതാനും നാട് കഴിയുമ്പോൾ ഈ റോഡാകെ നല്ല സുന്ദരമായ റോഡുകളായി പൂർണ്ണതയിലേക്ക് എത്താനല്ലേ പോകുന്നത്. നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ, അതിലൂടെ ഗ്യാസ് ഇപ്പോ പ്രവഹിക്കുകയാണ്. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി അടുക്കളയിൽ ഗ്യാസ് എത്തുന്ന നില വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എടമൺ കൊച്ചി പവർ ഹൈവേ, അത് വഴിക്ക് ഇട്ടുകിടന്നതായിരുന്നു. അതും പൂർത്തിയാക്കാനായി. ഒരു ഭാഗത്ത് മലയോര ഹൈവേ, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ. ഇതിനിടയിൽ തന്നെ കോവളത്ത് നിന്ന് ബേക്കൽ വരെ എത്തുന്ന ജലപാത. കേരളം ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത്? നമ്മുടെ നാടിന്റെ മാറ്റം ആരെയും കൊതിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയുള്ള നാടാണ് കേരളം. എന്നാൽ അതിനോടൊപ്പം പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ വികസിക്കുന്ന നില വന്നിരിക്കുന്നു. ക്ഷേമ പെൻഷൻ 600 രൂപ നേരത്തെ, 18 മാസം കുടിശ്ശിക. 2016 ഈ കഴിഞ്ഞ ഗവൺമെന്റ് LDFന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമെടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കൽ. ഇപ്പോഴ് 1600, 60 ലക്ഷം പേർക്ക്. ഇതെല്ലാമല്ലേ നാടിന്റെ അനുഭവം? എല്ലാ മേഖലയും മാറിയില്ലേ? വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഉന്നത വിദ്യാഭ്യാസ മേഖല, ഏത് രീതിയിലുള്ള മാറ്റം? കാർഷിക രംഗത്തുണ്ടായ അഭിവൃദ്ധി എത്ര വലുത്? നമ്മുടെ നാടിന്റെ നെൽവയലിന്റെ വിസ്തീർണം വളരെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ കിടപ്പാടം സ്വപ്നം കണ്ടിരുന്ന ആളുകൾക്ക് ലൈഫ് മിഷനിലൂടെ 4.5 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോ കൊടുത്തു കഴിഞ്ഞു. 5 ലക്ഷത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പോവുകയാണ്. പട്ടയം 4 ലക്ഷത്തോളം പട്ടയം നമ്മുടെ സംസ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞു. ഇതെല്ലാം ഈ കാലയളവിൽ പ്രാവർത്തികമാക്കിയതാണല്ലോ. എല്ലാ രംഗവും, ഏത് രംഗമെടുത്താലും മാറ്റത്തിന്റെ, പുരോഗതിയുടെ ചിത്രം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഇതിന് എല്ലാം നമുക്ക് കഴിഞ്ഞത് നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ്. അതിന്റെ ഭാഗമായാണ് ഈ തരത്തിൽ പുരോഗതി നേടാൻ കഴിഞ്ഞത്. ഇതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ എതിർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. പക്ഷേ അവരും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കേരളത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട
കേരളത്തിലെ മാധ്യമങ്ങളിൽ ഏറിയ പങ്കും നിർഭാഗ്യവശാൽ കേന്ദ്രത്തിനോടൊപ്പം നിന്ന് ഇടതുപക്ഷ വിരോധവും LDF വിരോധവും വെച്ചുകൊണ്ട് നിലപാടെടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. നമുക്ക് തകരാൻ പറ്റില്ല. നമ്മുടെ നാടിന് ഇനിയും പുരോഗതി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നവകേരളത്തിന്റെ യാത്രയിലാണ് നാം. ഒരുപാട് പുരോഗതികൾ നാം നേടിയിട്ടുണ്ട്. എണ്ണി എണ്ണി പറയാനുള്ള നാഴികക്കല്ലുകൾ ആ പുരോഗതിയുടെ ഭാഗമായി കാണാൻ കഴിയും. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. ഇനിയും അത് തുടരേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇതേവരെ നൽകിയതുപോലുള്ള സഹകരണവും പിന്തുണയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിറഞ്ഞ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. താങ്ക് യു സർ. ഇനി 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ്. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 14-15 നിയമസഭകളിലായി 2016 മുതൽ 2025 വരെയുള്ള കാലയളവിൽ നടത്തിയ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങൾ ഹൃദയപക്ഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി അവർകളെ ക്ഷണിക്കുന്നു. അടുത്തതായി കേരളത്തിന് പുതിയ വികസന പാതകൾ തുറന്ന് 10ാം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി വിജയൻ സർക്കാർ കൈവരിച്ച് സുപ്രധാന വികസന നേട്ടങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഹ്രസ്വമായി അടയാളപ്പെടുത്തുന്ന പ്രത്യേക പുസ്തകം നവകേരളത്തിന്റെ വിജയമുദ്രകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നു ബഹുമാനപ്പെട്ട ന്യൂനപക്ഷക്ഷേമ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ. താങ്ക് യു. ഇനി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കാസർഗോഡിന്റെയും സ്നേഹോപഹാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ശ്രീമതി ശൈലജ മുരളീധരൻ നൽകുന്നു. ഉപഹാരം സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വിനയപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. അടുത്തതായി ആശംസാ പ്രസംഗമാണ്. നമ്മുടെ വിശിഷ്ടാതിഥികളെല്ലാം തന്നെ ഇവിടെ ആശംസ പറഞ്ഞതായി അറിയിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നതിനായി ശ്രീ ഹരികിഷോർ IAS സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെയും ഉദ്ഘാടനം ഇന്നിവിടെ ആദരണീയനായ മുഖ്യമന്ത്രി നിർവഹിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ കെ രാജൻ റവന്യൂ വകുപ്പ് മന്ത്രി, ഇന്ന് ചടങ്ങിൽ പങ്കെടുക്കുന്ന മന്ത്രിമാരായ ശ്രീ കെ കൃഷ്ണൻകുട്ടി, ശ്രീ AK ശശീന്ദ്രൻ, ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, ശ്രീ വി അബ്ദുൾ റഹ്മാൻ, ശ്രീ KN ബാലഗോപാൽ എന്നിവർക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും വകുപ്പിന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്.